നമസ്കാരം. വണക്കം. അപ്പൊ ഇന്ന് നമ്മൾ വീക്ക്ലി ടോക്സ് ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. കുറെ നാളിന് ശേഷമുള്ള വീക്ക്ലി ടോക്സ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇന്ത്യ ന്യൂസിലൻഡ് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൂന്നാമത്തെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ 2 ഓടിയിൽ 1-1 ഇന്ത്യ നിൽക്കുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് ബിഗ് ബാഷ് ഫലിതങ്ങളാണ്. അത് പറയാൻ വേണ്ടി അശ്വിന് ഫലിതങ്ങളോട് ഫലിതങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ പറ്റിയുള്ള ചെറിയൊരു അഭിപ്രായം. അപ്പൊ അത് ഇന്ത്യ ന്യൂസിലാൻഡ് ഓടി സ്ക്വാഡ് കണ്ടപ്പം നമുക്ക് കാരണം ഇന്ത്യ ഈ വർഷം കളിക്കുന്ന ആദ്യത്തെ ഓഡിഐ സീരീസ് ആണ്. അപ്പൊ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുണ്ട്. അപ്പൊ സന്തോഷത്തിന്റെ ശ്രേയസ് അയ്യർ തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെയുള്ള ആദ്യത്തെ കളിയിൽ ഇന്ത്യ അനായാസമായിട്ടാണെങ്കിലും 300 ചേസ് എടുത്തായിരുന്നു. പക്ഷെ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാളുടെ പ്രകടനമാണ് ഹർഷിത് റാണ. അതിന് പഴയ പോലെ നമുക്ക് നിശ്ചിത കളിക്കാൻ പറ്റില്ല. കാരണം ഡെലിവറി ചെയ്യുന്നുണ്ട്, ബാറ്റ് ചെയ്യുന്നുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ബാറ്റ് 23 റണ്ണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കളിയിലും ഹർഷിത് റാണ ബോൾ എറിഞ്ഞിരുന്നു, 2 വിക്കറ്റ് അങ്ങോട്ട് എടുത്തു. പക്ഷെ അവിടെ പിന്നെയും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇന്ത്യക്കെതിരെയാണ് ഡാരൽ മിച്ചൽ ഇങ്ങനെ കളിക്കുന്നത്. അതെ, ബാക്കിയുള്ള ഒരു 50-40 ഒക്കെ അടിക്കുന്നു. ഇന്ത്യ എപ്പോ കാണാം 100 അടിക്കുന്നു, 80 അടിക്കുന്നു. 2 കളിയും ഡാരൽ മിച്ചലുമായിട്ട് കളിച്ചായിരുന്നു. ഇപ്പോൾ വിരാട് കോഹ്ലി നമ്പർ 1 ആയി. ഡാരൽ മിച്ചൽ തൊട്ട് പിറകെയുണ്ട്. 1 പോയിന്റ് വ്യത്യാസത്തിലേ ഉള്ളൂ. ഇതൊരു സീരീസ് കഴിയുമ്പോൾ ഈ കളി കഴിയുമ്പോൾ എങ്ങനെയാന്ന് മനസ്സിലാവും. ഞാൻ അവസാന കളി നോക്കാൻ 84-3 അരമണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ അതൊക്കെ തന്നെ കളിയിൽ പറയുള്ളൂ. പിന്നെ അടുത്ത് T20 സ്ക്വാഡിൽ പുതിയ 2 അപ്ഡേറ്റുകൾ പറയാനുണ്ട്. ഇപ്പോൾ തിലക് വർമ്മയ്ക്ക് ഒരു ഇഞ്ചുറി വന്നിട്ട് സർജറി കഴിഞ്ഞപ്പം തിരിച്ചു വന്നത്. പിന്നെ ഉള്ളത് രവി കൃഷ്ണയുടെ തിരിച്ചുവരവാണ്. കുറെ കാലത്തിന് ശേഷമാണ് രവി കൃഷ്ണ തിരിച്ചു വരുന്നത്. അത് വാഷിംഗ്ടൺ സുന്ദറിന് പകരം. ഇതാണ് അതിലൊന്ന് മേജർ അപ്ഡേറ്റ്സ്. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ തമാശ. പിന്നെ ഒരു T20 ഈ T20 സീരീസും കൂടെ ഉള്ള പരീക്ഷണമൊക്കെ ഇപ്പൊ തന്നെ ചെയ്തു തീർക്കണം. അല്ല നമ്മളെ ഏഷ്യ കപ്പ് പോലെ സഞ്ജുവിനെ കുൽദീപ് കഴിഞ്ഞിറക്കുക, 120 സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന പ്ലെയറിനെ പിടിച്ച് 1 ഡൗൺ ഇറക്കുക. അങ്ങനെയുള്ള ഉദ്ദേശിച്ചല്ലേ. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഈ സീരീസ് ചെയ്യുക. T20 ചെയ്യരുത്. ഉള്ള എല്ലാ കന്നന്തിരി ചെയ്തു, ഒരു പ്രശ്നമില്ല. എനിക്ക് ആകെ പേടിയുള്ളത് കഴിഞ്ഞ കുറച്ച് കളികൾ നോക്കുകയാണെങ്കിൽ ആകെ കളിച്ചിട്ടുള്ളത് തിലക് വർമ്മയായിരുന്നു. അഭിഷേക് ശർമ്മ കളിച്ചാൽ തിലക് വർമ്മ കളിക്കും. അഭിഷേക് ശർമ്മ കളിച്ചിട്ടെങ്കിൽ അപ്പോഴും തിലക് വർമ്മ കളിക്കും. സഞ്ജുവിനെ നമ്മൾ പറയുള്ളൂ, കാരണം ഈ കളിയൊന്നും സഞ്ജുവിനെ കളിപ്പിക്കാറില്ല. അപ്പോൾ അടുത്ത ഓപ്പണിംഗ് മിക്കവാറും പഴയ പോലെ തന്നെയായിരിക്കും. വലിയ വ്യത്യാസം കാണുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യ ന്യൂസിലൻഡ് T20 ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും സ്ക്വാഡ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓടിയെന്ന് തുടങ്ങി. പിന്നെ ഇന്ന് നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്ന് നടക്കുന്ന ഇൻഡോറിൽ ഈ ന്യൂസിലൻഡിനെതിരെ ജയിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡ് ഓഡിഐ സീരീസ് ജയിച്ചിട്ടില്ല. ഇന്ത്യ ഇവിടെ എതിരെ തോറ്റിട്ടില്ല. ഇത് 3 കൊണ്ടാണ് ഇന്നത്തെ ഒരു പേടി. ഗൗതം ഗംഭീർ ടീമിലിരുന്നത്. നമുക്കറിയാം ഗൗതം ഗംഭീർ റെക്കോർഡ് ബ്രേക്കറാണ്. ഇത് ബ്രേക്ക് ചെയ്യരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ബിഗ് ബാഷ് ഫലിതങ്ങളാണ്. പാകിസ്ഥാൻ പറയും എന്തൊക്കെയാണ് അശ്വിനോട് നടക്കുന്ന കാര്യം. കുറെ റിവ്യൂസ് ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഇന്ത്യക്കാരല്ല പാകിസ്ഥാനെ ട്രോളുന്നത്, ഓസ്ട്രേലിയക്കാരാണ് പാകിസ്ഥാനെ ട്രോളുന്നത്. നമുക്ക് സമയം കിട്ടുന്നില്ല. അതെ, ഇന്ത്യക്കാർ കൂടെ പോയി ICC ടൂർണമെന്റ് വല്ല തോറ്റാ ജയിച്ച അപ്പോഴത്തെ എന്തെങ്കിലും സ്റ്റാറ്റ്സ് ഇട്ട് കളിയാക്കും. ഇവന്മാര് വിളിച്ചു വരുത്തി ഓരോ പ്ലേസിനെ കളിയാക്കാൻ. പിന്നെ അവരെ കുറ്റം പറയാനും പറ്റൂല. ആദ്യം തന്നെ വന്നത് നമ്മുടെ ഷൈൻ ഷാഫ്രീദിയാണ്. 3 ബോൾ ബാറ്റർ നന്നാക്കി എറിഞ്ഞുകൊണ്ട് അത് കണ്ട് അമ്പയർ തന്നെ പേടിച്ച് അങ്ങടുത്ത് ബോൾ എറിഞ്ഞ കൈയും കാലി വെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ടീമിൽ നിന്ന് വിളിച്ച് മാറ്റി. പിന്നെ വന്നത് റിസ്വാനായിരുന്നു. ഭയങ്കര ഹെൽത്തി സ്ട്രൈക്ക് റേറ്റ് 105 കളിച്ചുകൊണ്ടിരുന്ന റിസ്വാനെ സ്പീഡ് റണ്ണിന്റെ ഓവർ സ്പീഡ് കാരണം റിട്ടയർഡ് ഔട്ടാക്കി. പക്ഷെ ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഔട്ടാക്കി. ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി അടുത്ത കളിയിൽ 3 ബോൾ 2 റൺ എടുത്തുകൊണ്ട് പ്രതികാരം വീട്ടുകയാണ് ചെയ്തത്. പിന്നെ ഉള്ളത് കിങ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബാബർ അസമാണ്. സോ ബാബർ അസം പാകിസ്ഥാനിലെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടീമിൽ വിളിച്ചു വരുത്തി. നല്ല ഹെൽത്തി സ്ട്രൈക്ക് റേറ്റ് ആയി. പുള്ളിക്കാരൻ്റെ 1 ഓഫ് ദി ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് 120 കൺസിസ്റ്റന്റ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു 50 അടിച്ചിട്ടുണ്ട്. ആവറേജ് 12-13 അടുത്തുണ്ട്. നല്ലൊരു ആവറേജ് ഉണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കളിയിൽ വന്നപ്പോൾ ഒരു സിംഗിള് നിശ്ചയിച്ച് സ്റ്റീവ് സ്മിത്ത് അവസാനം വേണ്ടെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ
അതിന്റെ എന്തൊക്കെയോ കുറെ പറഞ്ഞു. ഇംഗ്ലീഷിലായതുകൊണ്ട് സ്റ്റീവ് സ്മിത്തിന് മനസ്സിലായില്ല എന്താ പറഞ്ഞെന്നുള്ളത്. അങ്ങനെ അടുത്ത ഓവറിൽ 4 6 അടക്കം 32 റൺ സ്റ്റീവ് സ്മിത്ത് അടിച്ചായിരുന്നു. എന്നാൽ ആ ഫ്രസ്ട്രേഷനില്ല, കാരണം സ്ട്രൈക്ക് കൊടുക്കാതെ, കാരണം 190 വെറും തുച്ഛമായ 191 റൺസ് അടിച്ചെടുക്കാൻ ഇത്ര സ്പീഡിൽ പോകണ്ടെന്ന് അറിയാനുള്ള ബാബർ അസം വളരെ പതുക്കെ കളിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കാര്യം ഇത് വന്നപ്പോൾ പുള്ളിക്കാരന് ഫ്രസ്ട്രേറ്റഡ് ആയി, അടുത്ത ബോളിൽ ഈ ദേഷ്യം ഫുള്ളും തീർത്തത് ബൗണ്ടറി ലൈനിലൂടെ ആയിരുന്നു. 2 സ്പോൺസറാണ് തെറിച്ചു പോയത്. അതടുത്ത ബോളിൽ തന്നെ അവർ മാറ്റി ഇങ്ങോട്ട് ഇടുകയും ചെയ്തു. ബിഗ് ബോസ് ഫുൾ എന്റർടൈനിങ് ആണ്. ലോകത്ത് എല്ലാ കളി കാണുന്നുണ്ട്. ഇതുപോലെ കാര്യങ്ങൾ കാണാൻ ഇതുപോലെ കുറെ പാകിസ്ഥാൻ പ്ലേയേഴ്സ് ഇതിനെ പറ്റി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യമേ സ്റ്റീവ് സ്മിത്ത് ആദ്യമേ ബാബറിനോട് പറയണമായിരുന്നു, ഒന്നെങ്കിൽ സിംഗിൾ എടുക്കരുത് അല്ലെങ്കിൽ അടിക്കാനെന്ന്. ബാബർ എന്തായാലും അടിക്കില്ലല്ലോ. അപ്പൊ ഈ പിച്ചിന്റെ നടുക്ക് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമായി പോയി. അപ്പോളജി ലെറ്റർ അപ്പോളജി അത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം. ഭയങ്കര അപ്പോളജി ലെറ്റർ തന്നെയായിരുന്നു അത്. പാകിസ്ഥാൻ ബോർഡ് അയച്ചാണെന്ന് തോന്നുന്നത്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ടതിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ആർക്കെന്ന് അറിയാമോ? ഷൈൻ ഷാഫ്രിഡിക്കാണ്. 10 ബോൾ 15 അടിക്കും. പക്ഷെ എന്താ 3 ബോളറിനെ കളിയിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് ഇപ്പൊ ബാറ്റിംഗ് ചെയ്യുന്നില്ല. പിന്നെ ഇതൊക്കെയാണ് ബിഗ് ബാഷ് നടക്കുന്നത്. പിന്നെ ഉള്ളത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് ഇന്ത്യയെ കളിക്കാൻ വിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യ വരൂല. ഇന്ത്യ വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ഭയങ്കര നഷ്ടമാവുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ബംഗ്ലാദേശ് കണ്ടില്ല പറഞ്ഞിരിക്കും കുഴപ്പമൊന്നുമില്ലെന്ന രീതിക്കായിരുന്നു ഇന്ത്യ നിന്നത്. വലിയ നഷ്ടമൊന്നും വരില്ല. ഇതിനിടയ്ക്കാണ് ICC വന്ന് പറഞ്ഞു നിങ്ങൾ കളിക്കണ്ട, ഇവിടെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ വന്ന് കളിക്കും. അപ്പൊ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, നമുക്കൊരു ചർച്ചയൊക്കെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് ചർച്ചയൊക്കെ ആയി. ഞങ്ങൾ വരാം, ഒരു കണ്ടീഷൻ ഉണ്ട്, ഞങ്ങളെ 3 പേർ ജയിക്കും. കണ്ടീഷൻ അയർലൻഡിന്റെ പ്ലേസ് മാറ്റി കൊടുക്കാം. അയർലൻഡിന്റെ പ്ലേസിൽ ബംഗ്ലാദേശ്, ബംഗ്ലാദേശിന്റെ പ്ലേസിൽ അയർലൻഡ് കളിക്കും. അയർലൻഡിന്റെ എല്ലാവരും ശ്രീലങ്കയിലും പറ്റിയിരുന്നു. ഓക്കെ. പിന്നെ ഇവര് ബോർഡിലൊക്കെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് മറ്റേ കളിക്കാൻ BPL മാച്ച് ബോയ്ക്കോട്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നടക്കാണ് അവിടെ. എല്ലാം പ്രശ്നങ്ങൾ മാറട്ടെ, പൊളിറ്റിക്സിൽ വരാതിരിക്കട്ടെ. അതെ. ഒരു കാര്യം കൂടെ, അത് നമ്മൾ പറഞ്ഞില്ലേ, ആഷസ് കഴിഞ്ഞിരിക്കുന്നു. 1 മാസമായി, വീഡിയോ ഇടാൻ വിട്ടുപോയി. അതുപോലെ ഓസ്ട്രേലിയ അടിച്ചു ജയിച്ചിരിക്കുന്നു. 4-1 ഇത്ര ഉള്ളത്തെ വീഡിയോ. അപ്പൊ 2026 പുതിയ നമ്മളും പുതിയ കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ജനുവരിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അതെ, നമ്മളെല്ലാം വെൽ പ്ലാൻഡ് ആണ്. അത് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞ 23 തൊട്ട് തന്നെയായിരിക്കും വെൽ പ്ലാൻഡ് ആണ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ തുടങ്ങണം. നമുക്ക് 23 തൊട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ കുറെ പ്ലാനുകൾക്ക് കുറവൊന്നും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് നടക്കാറില്ല. അപ്പൊ എന്തായാലും ഈ വർഷം നമ്മൾ എന്തെങ്കിലും നടത്തും. 26 നമ്മൾ പുതിയ നമ്മളാണ്. പുതിയ മാറ്റങ്ങൾ വരും. ഇത്ര നമ്മൾ വീഡിയോ വീണ്ടും പെണ്ണിലും കാണാം. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ. സാർ എവിടെയോ ഞാവൂ. ആ